നാശപ്പറവകൾ വിതയ്ക്കുന്നില്ല. പ്രഭാത വചനത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ കർത്തൃ ദിവസത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. വിശുദ്ധ എവൻഗേലിയോൻ ഭാഗത്ത് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 47 മുതൽ 58 വരെയുള്ള തിരുവചന ഭാഗമാണ്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വേദഭാഗമാണിത്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്യാനുള്ള കാരണം ഞാൻ ജീവന്റെ അപ്പമാണ്. 49-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചുപോയി. എന്നാൽ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ഭക്ഷിച്ച മന്ന അവരുടെ താൽക്കാലികമായ വിശപ്പ് മാറ്റാനേ ഉപകരിച്ചുള്ളൂ. ദീർഘകാലത്തേക്ക് ജീവിക്കുവാൻ അവർക്ക് മന്ന പ്രയോജനപ്പെട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മന്ന വർഷിക്കുമ്പോൾ അതിൻ്റെ ആയുസ് എത്രയാണെന്ന് സ്വർഗം വെളിപ്പെടുത്തിയത്. അത് താൽക്കാലികമായ ഒരു ഭക്ഷണ പദാർത്ഥം മാത്രമാണ്. യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂയാത്രയിൽ ഒരു താൽക്കാലികമായ ഭക്ഷണം മാത്രമായിരുന്നു മന്ന എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ മന്ന സ്വർഗീയ പിതാവിൻ്റെ പുത്രനാകുന്ന നിത്യജീവന്റെ അപ്പമാകുന്ന കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ നിഴൽ പുതിയ നിയമത്തിൽ പൊരുളായി തീരുന്നതായിട്ട് നാം കാണുകയാണ്. അത് പൂർണ്ണമാകുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ജീവന്റെ അപ്പമായ ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്ന ആത്മീക ജീവൻ നമുക്ക് നൽകുവാൻ ശക്തനാണെന്ന് വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മന്നയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, മന്ന വർഷിക്കപ്പെട്ടത് യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അതായത് ഒരു ജാതിക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ട ആഹാരമായിരുന്നു മന്ന എങ്കിൽ, സർവലോകത്തിനും സർവജാതിക്കും വേണ്ടി നൽകുന്ന സാക്ഷാൽ നിത്യജീവന്റെ അപ്പമാണ് കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തു എന്ന തിരിച്ചറിവിലേക്ക് ഈ വേദഭാഗം നമ്മെ കൊണ്ടുവരികയാണ്. 51 മുതൽ 59 വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ കുർബാനയും വചന പ്രഘോഷണവുമാണ് അവിടെ ആന്തരികമായ അർത്ഥവിഷയമായി നിൽക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ 3 അനുഗ്രഹീത ഫലങ്ങളെ കുറിച്ചാണ് വളരെ സംക്ഷിപ്തമായി ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. 53-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ജീവനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിലൂടെയും എൻ്റെ രക്തം പാനം ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ജീവനുണ്ടാകുമെന്നാണ് കർത്താവ് തിരുവായി മൊഴിയുന്നത്. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, അത് സമൃദ്ധമായി ഉണ്ടാകുവാൻ എൻ്റെ ശരീരരക്തങ്ങളെ നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഭാഷ്യം. എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങളുടെ ഉള്ളിൽ ജീവനെ പ്രദാനം ചെയ്യുന്നു. 54-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ പുനരുത്ഥാനത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് പുനരുത്ഥാനം.
ജീവിതത്തിൽ ഒരു പുതുമ നമുക്ക് പ്രദാനം ചെയ്യപ്പെടുകയാണ്. കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നാണ്. നിത്യജീവനിലേക്ക് ഒരുവനെ നയിക്കുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവമാണ്. അത് നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പുനരുത്ഥാനം നമുക്ക് കരഗതമാവുകയാണ്. ആ വചനത്തിൽ തുടർന്ന് പറയുന്നു, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്യുന്നവനെ അവസാന നാളിൽ കർത്താവ് ഉയർപ്പിക്കുമെന്നാണ് തിരുവായി മൊഴിഞ്ഞിരിക്കുന്നത്. 56-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ 3-ാമത്തെ ഫലത്തെക്കുറിച്ച് നാം വായിക്കുകയാണ്. അത് പരസ്പര സഹവാസമാണ്. ജീവനെ പ്രാപിക്കുക, പുനരുദ്ധാനത്തിന്റെ അനുഭവം കൈവരിക്കുക, പരസ്പര സഹവാസത്തിലേക്ക് കടന്നു വരിക. എന്താണ് ഈ പരസ്പര സഹവാസം? കർത്താവ് തന്നെ വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാനും അവൻ എന്നിലും വസിക്കുകയാണ്. പരസ്പരമുള്ള ഒരു വാസമാണ് വിശുദ്ധ കുർബാനയിലൂടെ സംജാതമായി തീരുന്നത്. തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവനിൽ കർത്താവ് വസിക്കുന്നു. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടല്ല, എന്നേക്കും നിലനിൽക്കുന്ന നിത്യജീവന് വേണ്ടി നിലനിൽക്കുവാൻ വിശുദ്ധ കുർബാനയുടെ മധ്യസ്ഥയെ നമുക്ക് അഭയം പ്രാപിക്കാം. കർത്താവിന് തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ നിത്യമായി നിലനിൽക്കുവാൻ, സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കുർബാനയുടെ അനുഗ്രഹീത ഫലങ്ങളിലൂടെ നന്മയും സന്തോഷവും സമാധാനവും നിത്യജീവനും പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു കർത്തൃദിനവും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.